ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോസിനൊരു കമൻറ്റ് വന്നിരുന്നു. ഇതാണ് ആ കമൻറ്റ്. സോ ടുഡേയ്സ് ടോപ്പിക് ഇസ് ഫെറിറ്റിൻ. സോ ഫെറിറ്റിൻ പറയുന്നതിന് മുമ്പ് അയൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അയൺ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്. അയൺ ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ ബോഡിയിൽ നടക്കുള്ളൂ. അതേപോലെ തന്നെ എനർജി പ്രൊഡക്ഷനും അയൺ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അയൺ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നത് കുറേ ഡിഫറെൻറ്റ് ഫോംസിലായിട്ടാണ്. അതിൽ ഏറ്റവും അബൻഡൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഫോമാണ് ഹീമോഗ്ലോബിൻ. ഒട്ടുമിക്ക എല്ലാവർക്കും പരിചിതമായൊരു പേരായിരിക്കും ഹീമോഗ്ലോബിൻ അല്ലേ. നമ്മുടെ ബോഡിയിൽ അയൺ എന്ന് പറയുന്നത് 65 മുതൽ 70% അടങ്ങിയിരിക്കുന്നത് ഹീമോഗ്ലോബിനിലാണ്. സോ ഫെറിറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അയൺ സ്റ്റോർ ചെയ്യുന്ന ഒരു മേജർ ഫോമാണ്. 25 to 30% ഓഫ് അയൺ ഇസ് സ്റ്റോർഡ് ഇൻ ദ ബോഡി ആസ് ഫെറിറ്റിൻ. ഫെറിറ്റിൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിവർ, ബോൺ മാരോ, മസിൽസ് ആൻഡ് സ്പ്ലീൻ. നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അയൺ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബോഡി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് അയൺ ആണ് ഫെറിറ്റിൻ. അതേപോലെ തന്നെ മയോഗ്ലോബിൻ, ഹീമോസിഡറിൻ, ട്രാൻസ്ഫെറിൻ ഇതെല്ലാം അയണിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അയൺ 2 ഫോംസിലാണ് ഉള്ളത്. ഒന്ന് ഹീം അയൺ ആൻഡ് നോൺ ഹീം അയൺ. ഹീം അയൺ എന്ന് പറയുന്നത് ആനിമൽ സോഴ്സസിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഹീം അയൺ ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് അയൺ. ഇനി നോൺ ഹീം അയൺ എന്ന് പറയുന്നത് പ്ലാന്റ് സോഴ്സസിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അത് അത്ര ഈസിലി അബ്സോർബിൾ ഫോം അല്ല. അയൺ അടങ്ങിയിരിക്കുന്ന ഫുഡ് സോഴ്സസ് ആണ് ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ് ആൻഡ് ഷെൽ ഫിഷ്. അതിൽ തന്നെ ചിക്കൻ, മട്ടൺ ആൻഡ് ബീഫിന്റെ ലിവറിലാണ് ഏറ്റവും കൂടുതൽ അയൺ അടങ്ങിയിരിക്കുന്നത്. പ്ലാന്റ് സോഴ്സസ് ആയിട്ടുള്ള സ്പിനാച്ച് അഥവാ ചീര, അമറാന്ത്, റെഡ് ചീര, മുരിങ്ങ, അതേപോലെ തന്നെ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, സെസം സീഡ്സ്, കാഷ്യൂനട്ട്സ്, റേസിൻസ് ഇതിലൊക്കെയാണ് അയൺ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അയൺ അബ്സോർപ്ഷൻ ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. അപ്പോൾ നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ലൈക്ക് മുരിങ്ങ ഇലയുടെ തോരൻ അല്ലെങ്കിൽ ചീരയുടെ തോരൻ അല്ലെങ്കിൽ ദാൽ കറി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ വളരെയധികം വർദ്ധിക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അയൺ അബ്സോർപ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ടീ ആൻഡ് കോഫി കൺസപ്ഷൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇനി നമുക്ക് ഫെറിറ്റിന്റെ നോർമൽ റേഞ്ച് നോക്കാം. 30 മുതൽ 400 നാനോഗ്രാം പെർ ml ഫെറിറ്റിനാണ് ഒരു മുതിർന്ന പുരുഷന്റെ ബ്ലഡിൽ കാണപ്പെടുന്നത്. 15 മുതൽ 150 നാനോഗ്രാം പെർ ml ആണ് ഒരു മുതിർന്ന സ്ത്രീയുടെ ബ്ലഡിൽ കാണപ്പെടുന്നത്. ഇനി കുട്ടികളുടെ ബ്ലഡിൽ 7 മുതൽ 140 നാനോഗ്രാം പെർ ml ആണ് കാണപ്പെടുന്നത്. ബ്ലഡിലുള്ള ലോ ഫെറിറ്റിൻ എന്ന് പറയുന്നത് അയൺ കുറവാണെന്നുള്ളതിന്റെ ഏർലി സൈൻ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.